ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അസിഡിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇതുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ലൈഫ് സ്റ്റൈലാണ്. പിന്നെ നമ്മൾ അമിതമായിട്ടുള്ള റിഫൈൻഡ് ഫോമിലിട്ട ഭക്ഷണങ്ങൾ കഴിക്കുക, അമിതമായിട്ട് നമ്മൾ ഫില്ലായിട്ട് കഴിക്കുക, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, വിശപ്പ് തീരുന്നത് വരെ കഴിക്കുന്നതിന് പകരമായിട്ട് വയറ് നിറച്ച് കഴിക്കുക. അതുപോലെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ മധുരങ്ങൾ, ഇത് ദഹനത്തിന് പ്രശ്നമാക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതും ആസിഡിറ്റി, ഗ്യാസ് ഫോർമേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് സാധാരണ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ അതൊരു ലക്ഷണമാണ്, ഈ ബേണിങ് സെൻസേഷൻ, കുത്തുന്ന പോലുള്ള ഒരു ഫീലിംഗ്. പിന്നെ ബ്ലോട്ടിങ് ഉണ്ടാവും, വയറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ശബ്ദം വരും. പിന്നെ നമുക്ക് വോമിറ്റിങ്, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, ഓക്കാനം വരിക, അതുപോലെ വയറിൻ്റെ ഭാഗത്ത് വേദനകൾ വരിക. ഇതൊക്കെ ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ ആസിഡിറ്റി ഒരുപാട് നാൾ നിൽക്കുമ്പം വയറിൽ പുണ്ണ് വരാറുണ്ട്, പെപ്റ്റിക് അൾസർ എന്നൊക്കെ പറയും. അതുപോലെ മറ്റൊരു കാരണമാണ് ഈ അസിഡിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗേർഡ്, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും. ഹോംലി നമുക്ക് റെമഡീസ് ചെയ്തുകൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ലൈഫ് സ്റ്റൈലുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ എപ്പോഴെങ്കിലും കഴിക്കുന്ന രീതിയിലേക്ക് മാറുക. പിന്നെ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ, ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കുക. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാത്രി ഭക്ഷണം കുറച്ച് നേരത്തെ, ഒരു 8 മണിക്ക് മുമ്പായിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക. അതേ സമയത്ത് തന്നെ രാവിലെ തുടങ്ങുക. രാത്രി 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുക, രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ രീതിയിലേക്ക് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ്, ആസിഡിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.